പോയിട്ട് വരേ. എവിടെയാണെന്നിപ്പോൾ കാണിച്ചത്. വാ ഫാമിലി. ഈ വീട്ടിലേക്കാണ് ഞങ്ങൾ വന്നത്. നല്ല ഭംഗിയുള്ളൊരു പഴയ തറവാട് വീട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഇത്രയും അങ്ങോട്ട് പോയാൽ മതിയേ. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള വീടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഈ പഴയ തറവാടും അതിൻ്റെ ചുറ്റും ചെടിയും എനിക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ഇവിടെ നിൽക്കുന്ന ഈ മരത്തിലെ കായ പറിക്കാനാണ് വന്നത്. ഇതെന്താണെന്ന് മനസ്സിലായ? ഇതാണ് കാരയ്ക്ക. എൻ്റെ നൊസ്റ്റു സാധനമാണ് ഇത്. കാരയ്ക്ക ഉപ്പിലിട്ടത് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. കുറേയൊക്കെ അവിടെ താഴെ നിൽക്കുന്നതൊക്കെ കൈകൊണ്ട് എത്തി പറിച്ച് ഞങ്ങൾ. തോട്ടി വെച്ച് തട്ടിയിടാൻ പറ്റത്തില്ലല്ലോ. പറിക്കാൻ കഷ്ടപ്പെടുന്ന കണ്ടോണ്ടേ അവിടുത്തെ കൊച്ചെനിക്ക് ഇതേ തോട്ടി കൊണ്ട് തന്നെ. തോട്ടി എന്നെപ്പോലെ ആരോഗ്യമില്ലാത്തൊരു തോട്ടിയാണ്. പക്ഷെ അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് വീഴും എന്നാണ് പുള്ളി പറഞ്ഞത്. നമുക്ക് പരീക്ഷ നോക്കാം. ബാക്കിയുടെ പറിക്കാം. ചിക്കനെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഞാൻ ആത്മാനെ പ്രഗ്നൻ്റായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാനന്ന് കൊല്ലം അർബനിൽ വർക്ക് ചെയ്യുക. ഞാൻ ആ സമയത്ത് ഈ സാധനത്തിന് വേണ്ടി ഞങ്ങളുടെ കമ്പനിയിൽ എന്നിട്ട് ലാസ്റ്റ് ഞങ്ങളുടെ അവിടുത്തെ സെക്യൂരിറ്റി അണ്ണൻ എവിടുന്നാണ്ട് ഒരയലത്തെങ്ങാണ്ടുള്ളൊരു വീട്ടിൽ നിന്ന് ഒരു വലിയ കിറ്റ് നിറച്ച് കാണിക്കുന്നത് കൊണ്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെയുള്ള 2 സ്റ്റാഫിനോട് വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ പൊടി തീർക്കുകയാണല്ലോ. ഇങ്ങനെ ഒരു കമ്പി കെട്ടി വെക്കൽ ആരുടെ തലയിൽ ഉദിച്ചാക്കിയത്? ഇത് ഈ തോട്ടി. ഞാൻ ഈ ഒരു ആശയം ആദ്യമായിട്ട് കാണും കേട്ടോ. സംഭവം കൊള്ളാം എന്തായാലും. എടുക്ക അപ്പം ഇത്ര മതിയേ. അത്യാവശ്യത്തിന് കുറച്ച് പറിച്ച് കുറച്ച് കിട്ടിയിട്ടുണ്ടേ. ഇതുണ്ടോ? ഇത്രയും കിട്ടി. ഇത്രയും പറിച്ച് മതി. പിന്നെ ഇതുകൊണ്ട് ഉപ്പിലിടാം. തോട്ടി എടുത്തുകൊണ്ട് വെക്കട്ടെ. പിടിച്ചപ്പാ അതെ. ഇത്രയും കാരക്ക പറിച്ചിട്ടുണ്ടേ. ഇതുകൊണ്ട് പോവുക. അതുകൊണ്ടതിന് ഉപ്പിലിടാം. മതില് മുളഞ്ഞ് വീണത് അപ്പുറത്ത് കേട്ടി കൂടെ കറങ്ങണ്ട. ഒറ്റയാടി വില. ഈ സാധനം അറിയത്തില്ലയോ ചേച്ചിക്ക്? ഇത് പച്ചക്കുന്ന കൊള്ളത്തില്ല. കാർന്ന് വേദി ഉപ്പിലിട്ടെ. അമ്പഴങ്ങ അല്ല, അമ്പഴങ്ങ വേണം. അമ്പഴങ്ങ നല്ലത്. ഈ
ആശാന്റെ വീട്ടിൽ നിന്ന് പറിച്ചോണ്ട് അമ്പഴങ്ങ ഇല്ല അതിലൊരു രുചി ഇതിനാ. പക്ഷെ ഇങ്ങനെ അച്ഛനോട് പഴുത്ത പോലെ കമ്മണ്ടുണ്ട്. പുളിയും കുളിയൊന്നല്ല. ഈ കള്ളത്തീത് എവിടെ നിന്നാണ്? മുഖം കഴിഞ്ഞപ്പോഴേ കുടുത്തി വെള്ളം വീണത് അത് വേറെ അഴുക്കൊന്നുമല്ല. പുറത്തോട്ട് ഇറങ്ങിയിട്ട് കയറുമ്പോഴേ മുഖമൊക്കെ പൊട്ടും. അപ്പൊ നമുക്ക് കാരക്ക ഉപ്പിലിടാൻ എന്നെ കൊണ്ടുവന്ന കാരക്ക കഴുകി വെച്ചിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി. പിന്നെ നമുക്ക് ഈ ഇഞ്ചി ഒന്ന് കൊത്തി അരിഞ്ഞ് എടുക്കാൻ. പച്ചമുളക് എല്ലാം കീറി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 കുപ്പിയിലായിട്ട് ഇടാം. ഈ ചൂടുവെള്ളം കപ്പിലോട്ട് ഒഴിച്ച് വയ്ക്കാം. എന്തേ ചൂടൊന്ന് പോട്ടെ. നമുക്ക് ഇതാണ് നമ്മുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കാരക്ക. ചിലതിലൊക്കെ ഈ നട്ടുണ്ട്. നട്ടൊന്ന് കുറച്ച് നമുക്ക് 2 കുപ്പിയിലായിട്ടിടാം. നമുക്ക് പച്ചമുളക് കൊടുക്കാം. പകുതി ഇഞ്ചി ഇതിൻ്റെ ഇടാം, പകുതി ഇതിൻ്റെ ഇടാം. ലേശം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. എങ്കിലൊരു ഉറപ്പുണ്ടാവും. അപ്പോൾ ടേസ്റ്റ് വരും. ഇട്ട് വെച്ചേക്കുന്നത് തീർന്നു. ഇനി കവറിങ് ഇതിലോട്ട് ഇടണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം 2ലും. എന്നിട്ട് നമുക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം ഇട്ട് കൊടുക്കാം. നമുക്കിതേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഉപ്പും വിനാഗിരിയും ഒക്കെ ഒന്ന് പിടിക്കട്ടെ. ഇതുപോലെ തണുത്തിട്ട് അടച്ചു വയ്ക്കാം. അപ്പം ഇത് ഇവിടെ ഇരുന്ന് തണുക്കട്ടെ. നമുക്കിതെല്ലാം ഒതുക്കി വയ്ക്കാം. മറ്റൊരു വീഡിയോ കാണാം. ബൈ.